13/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പതീതത്തിൽ നിന്നും പാവനമാക്കുന്ന ബാബയോട് നിങ്ങൾക്ക് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് ഏറ്റവും ആദ്യം പറയൂ, ശിവ് ബാബ ഗുഡ് മോർണിംഗ്. ചോദ്യം: ആക്യുറേറ്റായ ഓർമ്മയ്ക്കു വേണ്ടി ഏതെല്ലാം ധാരണകൾ ആവശ്യമാണ്? ആക്യുറേറ്റായി ഓർമ്മിക്കുന്നവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: ആക്യുറേറ്റായ ഓർമ്മയ്ക്കു വേണ്ടി ക്ഷമയും ഗംഭീരതയും വിവേകവും ആവശ്യമാണ്. ഈ ധാരണയുടെ ആധാരത്തിൽ ആര് ഓർമ്മിക്കുന്നുവോ അവരുടെ ഓർമ്മയുമായി ചേരുന്നു. ബാബയുടെ കറണ്ട് വരാൻ തുടങ്ങുന്നു. ആ കറണ്ടിലൂടെ ആയുസ് വർദ്ധിക്കും, ഹെൽത്തി ആയിക്കൊണ്ടിരിക്കും. ഹൃദയം പൂർണ്ണമായും ശീതളമാകും. ആത്മാവ് സദോപ്രധാനം ആയിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തത്വം, അതായത് നിങ്ങൾ ആത്മാക്കളും ശാന്ത സ്വരൂപമാണ്. നിങ്ങൾ സർവ ആത്മാക്കളുടെയും സ്വധർമ്മം ശാന്തി തന്നെയാണ്. ശാന്തിധാമത്തിൽ നിന്നും പിന്നെ ഇവിടെ വന്ന് ടോക്കി ആകുന്നു. ഈ കർമ്മേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ്. ആത്മാവ് ചെറുതോ വലുതോ ആകുന്നില്ല. ശരീരം ചെറുതും വലുതും ആകുന്നു. ബാബ പറയുന്നു, ഞാൻ ശരീരധാരി അല്ല. എനിക്ക് കുട്ടികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുവാൻ വരേണ്ടതുണ്ട്. ഒരു പിതാവുണ്ടെന്ന് വിചാരിക്കൂ. അയാളിൽ നിന്നും കുട്ടികൾ ജനിക്കുന്നു. അപ്പോൾ ആ കുട്ടി ഞാൻ പരംധാമത്തിൽ നിന്നും ജന്മമെടുത്ത് മാതാപിതാക്കളെ കണ്ടുമുട്ടാൻ വന്നിരിക്കുകയാണ് എന്ന് പറയില്ല. ഏതെങ്കിലും പുതിയ ആത്മാവ് ആരുടെയെങ്കിലും ശരീരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ആത്മാവ് ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ, മാതാപിതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുന്നു എന്ന് പറയില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കലി മാതാപിതാക്കളെ ലഭിക്കുന്നു. ഇവിടെ ഇത് പുതിയ കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ പരംധാമത്തിൽ നിന്നും വന്ന് കുട്ടികളായ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് വീണ്ടും നോളജ് നൽകുന്നു. കാരണം ഞാൻ നോളജ്ഫുൾ, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഞാൻ വരുന്നത് കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുവാനാണ്. രാജയോഗം പഠിപ്പിക്കുവാനാണ്. രാജയോഗം പഠിപ്പിക്കുന്നവൻ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണന്റെ ആത്മാവിന് ഈ ഈശ്വരീയ പാർട്ട് ഇല്ല. ഓരോരുത്തർക്കും തൻ്റേതായ പാർട്ടുണ്ട്. ഈശ്വരന് തൻ്റേതായ പാർട്ടുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെ സ്വയം മനസ്സിലാക്കുന്നത് എത്ര മധുരമായി തോന്നുന്നു. നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിക്കൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമ എത്ര വണ്ടർഫുള്ളായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. കേവലം ഇത്രയെങ്കിലും ഓർമ്മയിരുന്നാൽ നമ്മൾ സത്യയുഗത്തിൽ പോകാൻ പോകുന്നവരാണ് എന്നത് ഉറയ്ക്കും. ഇപ്പോൾ സംഗമത്തിലാണ്, പിന്നെ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ തീർച്ചയായും പാവനമാകണം. ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ആഹാ, പരിധിയില്ലാത്ത ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ സദോപ്രധാനമാകും, വിശ്വത്തിൻ്റെ അധികാരിയാകും. ബാബ കുട്ടികളെ എത്രമാത്രം സ്നേഹിക്കുന്നു. കേവലം ടീച്ചറിൻ്റെ രൂപത്തിൽ പഠിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുക മാത്രമല്ല, ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്. നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഓർമ്മയുടെ യാത്രയും പഠിപ്പിക്കുന്നു. ഇങ്ങനെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന, പതീതത്തിൽ നിന്നും പാവനമാക്കുന്ന ബാബയോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കണം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം
ശിവ് ബാബയോട് ഗുഡ് മോർണിംഗ് പറയേണ്ടതാണ്. ഗുഡ് മോർണിംഗ് അതായത് ഓർമ്മിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലിരിക്കും. കുട്ടികൾ തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പരിധിയില്ലാത്ത പിതാവിനെ എത്ര ഓർമ്മിക്കുന്നുണ്ട്? മനുഷ്യർ ഭക്തിയും രാവിലെ ചെയ്യുന്നുണ്ടല്ലോ. ഭക്തി എത്ര സ്നേഹത്തോടെ ചെയ്യുന്നു. എന്നാൽ ബാബയ്ക്കറിയാം, പല കുട്ടികളും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഓർമ്മിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ബാബയോട് ഗുഡ് മോർണിംഗ് പറയണം. ജ്ഞാനത്തിൻ്റെ ചിന്തനത്തിൽ ഇരിക്കണം. അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറും. ബാബയോട് ഗുഡ് മോർണിംഗ് പറയുകയില്ലെങ്കിൽ പാപങ്ങളുടെ ഭാരം എങ്ങനെ ഇറങ്ങും? മുഖ്യമായത് തന്നെ ഓർമ്മയാണ്. ഇതിലൂടെ ഭാവിയിലേക്ക് വേണ്ടി നിങ്ങളുടെ വളരെ വലിയ സമ്പാദ്യമുണ്ടാകുന്നു. കൽപ്പകൽപ്പാന്തരങ്ങളിൽ ഈ സമ്പാദ്യം ഉപയോഗത്തിൽ വരും. വളരെ ക്ഷമയോടെ, ഗംഭീരതയോടെ, വിവേകത്തോടെ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ ശിവ് ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു എന്ന് സ്ഥൂലമായ കണക്കിൽ പറയുന്നുണ്ടെങ്കിലും ആക്യുറേറ്റായി ഓർമ്മിക്കുന്നതിൽ പ്രയത്നമുണ്ട്. ആരാണോ ബാബയെ കൂടുതൽ ഓർമ്മിക്കുന്നത് അവർക്ക് കറണ്ട് കൂടുതൽ ലഭിക്കുന്നു. കാരണം ഓർമ്മയുമായി ചേരുന്നു. യോഗവും ജ്ഞാനവും രണ്ട് വസ്തുക്കളാണ്. യോഗത്തിൻ്റെ സബ്ജക്റ്റ് വേറെയാണ്, വളരെ വലിയ സബ്ജക്റ്റാണ്. യോഗത്തിലൂടെ തന്നെയാണ് ആത്മാവ് സതോപ്രധാനം ആകുന്നത്. ഓർമ്മ കൂടാതെ സതോപ്രധാനമാകുന്നത് അസംഭവ്യമാണ്. നല്ല രീതിയിൽ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് ലഭിക്കും, ഹെൽത്തിയായി മാറും. കറണ്ടിലൂടെ ആയുസ്സും വർദ്ധിക്കും. കുട്ടികൾ ഓർമ്മിക്കുന്നുവെങ്കിൽ ബാബയും സെർച്ച് ലൈറ്റ് നൽകുന്നു. ബാബ എത്ര വളരെ വലിയ ഖജനാവാണ് കുട്ടികളായി നിങ്ങൾക്ക് നൽകുന്നത്. മധുരമായ കുട്ടികൾ ഇത് ഉറച്ച രീതിയിൽ ഓർമ്മ വയ്ക്കണം. ശിവ് ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശിവ് ബാബ പതീത പാവനുമാണ്, സദ്ഗതി ദാതാവുമാണ്. സദ്ഗതി എന്നാൽ സ്വർഗത്തിൻ്റെ രാജപദം നൽകുന്നു. ബാബ എത്ര മധുരമാണ്, എത്ര സ്നേഹത്തോടെ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുന്നു. ബാബ ദാദായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ബാബ എത്ര മധുരമാണ്, എത്ര സ്നേഹിക്കുന്നു. ഒരു പ്രയാസവും നൽകുന്നില്ല. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ചക്രത്തെയും ഓർമ്മിക്കൂ. ബാബയുടെ ഓർമ്മയിൽ ഹൃദയം പൂർണ്ണമായും ശീതളമാകണം. ഒരു ബാബയുടെ തന്നെ ഓർമ്മ അലട്ടിക്കൊണ്ടിരിക്കണം. കാരണം ബാബയിൽ നിന്നും എത്ര വലിയ സമ്പത്താണ് ലഭിക്കുന്നത്. സ്വയം നോക്കണം, നമുക്ക് ബാബയോട് എത്ര സ്നേഹമുണ്ട്, എത്രത്തോളം നമ്മളിൽ ദൈവിക ഗുണമുണ്ട്. കാരണം കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ മുള്ളുകളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. എത്രത്തോളം യോഗത്തിലിരിക്കുമോ അത്രയും മുള്ളിൽ നിന്നും പുഷ്പവും സതോപ്രധാനവുമായി മാറും. പുഷ്പമായി മാറുമ്പോൾ പിന്നെ ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. പുഷ്പങ്ങളുടെ പൂന്തോട്ടം തന്നെ സ്വർഗമാണ്. ആരാണോ ധാരാളം മുള്ളുകളെ പുഷ്പമാക്കുന്നത് അവരെ തന്നെയാണ് സത്യമായ സുഗന്ധ പുഷ്പം എന്ന് പറയുന്നത്. ഒരിക്കലും ആരെയും മുള്ളുകൊണ്ട് കുത്തുകയില്ല. ക്രോധവും വലിയ മുള്ളാണ്. ധാരാളം പേർക്ക് ദുഃഖം നൽകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മുള്ളുകളുടെ ലോകത്ത് നിന്നും അകന്നു മാറി വന്നിരിക്കുകയാണ്. നിങ്ങൾ സംഗമത്തിലാണ്. ഏതുപോലെ പൂന്തോട്ടക്കാരൻ പുഷ്പങ്ങളെ വേർതിരിച്ച് പ്രത്യേകം പോട്ടിൽ വയ്ക്കുന്നു, അതേപോലെ തന്നെ പുഷ്പങ്ങളായ നിങ്ങളെയും ഇപ്പോൾ പ്രത്യേകം സംഗമയുഗി പോട്ടിൽ ചെടിച്ചട്ടിയിൽ വച്ചിരിക്കുകയാണ്. പിന്നെ പുഷ്പമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. കലിയുഗി മുള്ളുകൾ ഭസ്മമായി പോകും. മധുരമായ കുട്ടികൾ അറിയുന്നുണ്ട്, പാരലൗകിക പിതാവിൽ നിന്നും നമുക്ക് അവിനാശി സമ്പത്ത് ലഭിക്കുന്നു. ആരാണോ സത്യസത്യമായ കുട്ടികൾ, ആർക്കാണോ ബാബ്ദാദയോട് പൂർണ്ണ സ്നേഹമുള്ളത്, അവർക്ക് വളരെയധികം സന്തോഷം നിലനിൽക്കും. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരി ആകുന്നത്. കേവലം പറയുന്നതിലൂടെയല്ല.
ആരാണോ അനന്യരായ കുട്ടികൾ അവർക്ക് സദാ ഈ ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടി വീണ്ടും അതേ സൂര്യവംശി ചന്ദ്രവംശി രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, എത്രത്തോളം നിങ്ങൾ വളരെ പേരുടെ മംഗളം ചെയ്യുമോ അത്രയും തന്നെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ പേരുടെ ആശീർവാദം ലഭിക്കും. ജ്ഞാനരത്നങ്ങളുടെ സഞ്ചി നിറച്ച് പിന്നെ ദാനം ചെയ്യേണ്ടതുണ്ട്. ജ്ഞാനസാഗരം നിങ്ങൾക്ക് രത്നങ്ങളുടെ സഞ്ചി നിറച്ച് നിറച്ച് നൽകുന്നു. ആരാണോ പിന്നെ ദാനം ചെയ്യുന്നത് അവർ എല്ലാവർക്കും പ്രിയമായി തോന്നുന്നു. കുട്ടികളുടെ ഉള്ളിൽ എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ആര് സർവീസബിൾ കുട്ടികളായിരിക്കുമോ അവർ പറയും, നമ്മൾ ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും എടുക്കും, പൂർണ്ണമായി പറ്റിച്ചേരും. ബാബയോട് വളരെയധികം ലവ് ഉണ്ടായിരിക്കും. കാരണം പ്രാണദാനം നൽകുന്ന ബാബയെ ലഭിച്ചിരിക്കുകയാണ് എന്നത് അറിയുന്നു. നോളജിൻ്റെ ഈ വിധത്തിലുള്ള വരദാനം നൽകുന്നു. അതിലൂടെ നമ്മൾ എന്തിൽ നിന്നും എന്തായി മാറുകയാണ്. ഇൻസോൾവെൻറ്റിൽ നിന്നും സോൾവെൻ്റാകുന്നു. ഇത്രയും ഭണ്ഡാരം നിറഞ്ഞതാക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും സ്നേഹം നിലനിൽക്കും, ആകർഷണമുണ്ടാകും. സൂചി ശുദ്ധമാണെങ്കിൽ കാന്തത്തിൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടുന്നുവല്ലോ. ബാബയുടെ ഓർമ്മയിലൂടെ തുരുമ്പ് മാറിക്കൊണ്ടിരിക്കും. ഒരു ബാബയുടേതല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്. ഏതുപോലെ സ്ത്രീക്ക് പതിയോട് എത്ര ലവ് ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെയും വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞുവല്ലോ. വിവാഹ നിശ്ചയത്തിൻ്റെ സന്തോഷം കുറഞ്ഞു പോകുന്നുണ്ടോ? ശിവ് ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ വിവാഹ നിശ്ചയം എന്നോടാണ് ഉണ്ടായിരിക്കുന്നത്, ബ്രഹ്മാവിനോടല്ല വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയം ഉറച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒന്നിൻ്റെ മാത്രം ഓർമ്മ അലട്ടിക്കൊണ്ടിരിക്കേണ്ടതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, അലംഭാവം കാണിക്കരുത്. സ്വദർശന ചക്രധാരിയാകൂ, ലൈറ്റ് ഹൗസ് ആകൂ. സ്വദർശന ചക്രധാരി ആകുന്നതിൻ്റെ നല്ല പ്രാക്ടീസ് ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ ജ്ഞാനത്തിൻ്റെ സാഗരം പോലെയാകും. ഏതുപോലെ സ്റ്റുഡൻറ്റ് പഠിച്ച് ടീച്ചറായി മാറുന്നുവല്ലോ. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. എല്ലാവരെയും സുദർശന ചക്രധാരിയാക്കൂ. അപ്പോൾ തന്നെയാണ് ചക്രവർത്തി രാജാവും റാണിയും ആകുന്നത്. അതിനാൽ ബാബ സദാ കുട്ടികളോട് ചോദിക്കുന്നു, സ്വദർശന ചക്രധാരിയായാണോ ഇരിക്കുന്നത്? ബാബയും സ്വദർശന ചക്രധാരിയാണല്ലോ. ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ മധുരമായ കുട്ടികളെ തിരികെ കൊണ്ടുപോകുന്നതിനായി. കുട്ടികളായ നിങ്ങളെ കൂടാതെ എനിക്കും അസ്വസ്ഥത ഉണ്ടാകുന്നത് പോലെയാണ്. സമയമാകുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ പോകട്ടെ. കുട്ടികൾ വളരെയധികം വിളിക്കുന്നു, വളരെ ദുഃഖിതരാണ്. ദയവുണ്ടാകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ അവിടെ നിന്നും നിങ്ങൾ സ്വയമേ സുഖധാമത്തിലേക്ക് പോകും. അവിടെ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാകില്ല. തൻ്റെ അവസ്ഥ അനുസരിച്ച് നിങ്ങളുടെ ആത്മാവ് പോകും. കുട്ടികളായ നിങ്ങൾക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ആത്മീയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗോഡ്ലി സ്റ്റുഡൻ്റാണ്. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവത അഥവാ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നതിനു വേണ്ടി പഠിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ മുഴുവൻ മിനിസ്ട്രി അതായത് വകുപ്പും പാസ്സാകുന്നു. ഹെൽത്തിൻ്റെ എഡ്യൂക്കേഷനും പഠിക്കുന്നു. ക്യാരക്ടർ നന്നാക്കുന്നതിൻ്റെയും നോളജ് പഠിക്കുന്നു. ഹെൽത്ത് മിനിസ്ട്രി, ഫുഡ് മിനിസ്ട്രി, ലാൻഡ് മിനിസ്ട്രി, ബിൽഡിംഗ് മിനിസ്ട്രി എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മധുരമധുരമായ കുട്ടികൾക്ക് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഏതെങ്കിലും സഭയിൽ പ്രഭാഷണം നടത്തുകയോ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അടിക്കടി പറയൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരംപിതാ പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഈ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്.
നിങ്ങൾ പാവനമായി മാറും. അടിക്കടി ഇത് ഓർമ്മിക്കണം. എന്നാൽ ഇതും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് സ്വയം ഓർമ്മയിലായിരിക്കുമ്പോഴാണ്. കുട്ടികളിൽ ഈ കാര്യത്തിൻ്റെ വളരെയധികം ദൗർബല്യമുണ്ട്. ആന്തരികമായി നിങ്ങൾ കുട്ടികൾക്ക് സന്തോഷമുണ്ടായിരിക്കുകയും ഓർമ്മയിലിരിക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുന്നതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നത്. നിങ്ങളുടെ സംസാരം അധികമാകാൻ പാടില്ല. ആത്മാഭിമാനിയായി അല്പമെങ്കിലും മനസ്സിലാക്കിക്കുകയാണെങ്കിൽ അമ്പ് തറയ്ക്കുകയും ചെയ്യും. ബാബ പറയുന്നു, കുട്ടികളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോൾ ആദ്യം സ്വയം തന്നെ നന്നാക്കൂ. സ്വയം ഓർമ്മിക്കുകയില്ല, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ചതിവ് തുടരുക സാധ്യമല്ല. ഉള്ളിൽ മനസ്സ് തീർച്ചയായും നീറും. ബാബയോട് പൂർണ്ണമായും ലവ് ഇല്ല. അപ്പോൾ ശ്രീമത്തനുസരിച്ച് നടക്കുന്നില്ല. പരിധിയില്ലാത്ത ബാബയെ പോലെ മറ്റാർക്കും ശിക്ഷണം നൽകാൻ സാധിക്കില്ല. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തെ ഇപ്പോൾ മറന്നേക്കൂ. അവസാനം ഇതെല്ലാം മറക്കുക തന്നെ വേണം. ബുദ്ധിയിൽ തൻ്റെ ശാന്തിധാമത്തിലും സുഖധാമത്തിലും യോജിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് ബാബയുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. പതീത ആത്മാവിന് പോകുവാൻ സാധിക്കില്ല. അത് പാവന ആത്മാക്കളുടെ വീടാണ്. ഈ ശരീരം 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ 5 തത്വങ്ങൾ ഇവിടെ ഇരിക്കുന്നതിനു വേണ്ടി വലിക്കുന്നു. കാരണം ആത്മാവ് ഈ പ്രോപ്പർട്ടി എടുത്തിരിക്കുന്നത് പോലെയാണ്. അതിനാൽ ശരീരത്തിൽ മമത്വം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനോട് മമത്വം മാറ്റി തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെയാണെങ്കിൽ ഈ 5 തത്വങ്ങളില്ല. സത്യയുഗത്തിലും ശരീരം യോഗബലത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. സതോ പ്രധാന പ്രകൃതിയാണ്. അതിനാൽ വലിക്കുന്നില്ല, ദുഃഖമില്ല. ഇത് മനസ്സിലാക്കേണ്ടതായ വളരെ മഹീനമായ കാര്യങ്ങളാണ്. ഇവിടെ 5 തത്വങ്ങളുടെ ബലം ആത്മാവിനെ വലിക്കുന്നു. അതിനാൽ ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നില്ല. അല്ലാത്ത പക്ഷം ഇതിൽ കൂടുതൽ സന്തോഷിക്കേണ്ടതാണ്. പാവനമായി ശരീരം ഇങ്ങനെ ഉപേക്ഷിക്കും, വെണ്ണയിൽ നിന്നും മുടി നീക്കം ചെയ്യുന്നത് പോലെ. അപ്പോൾ ശരീരത്തിൽ നിന്നും എല്ലാ വസ്തുക്കളിൽ നിന്നും മമത്വം പൂർണ്ണമായും ഇല്ലാതാക്കണം. ഇതുമായി നമുക്ക് ഒരു കണക്ഷനുമില്ല. നമ്മൾ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ ലോകത്തിൽ തൻ്റെ ബാഗേജസ് തയ്യാറാക്കി മുൻകൂട്ടി തന്നെ അയച്ചിരിക്കുകയാണ്. കൂടെ പോകുവാൻ സാധിക്കില്ല. പിന്നെ ആത്മാക്കൾക്ക് പോകണം. ശരീരത്തെയും ഇവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ബാബ പുതിയ ശരീരത്തിൻ്റെ സാക്ഷാത്കാരം നൽകി. വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരം ലഭിക്കും. ഇങ്ങനെയുള്ള സുഖധാമത്തിലേക്ക് പോകുന്നതിനു വേണ്ടി എത്ര പ്രയത്നിക്കേണ്ടതാണ്. ക്ഷീണിക്കുവാൻ പാടില്ല. ദിനരാത്രം വളരെയധികം സമ്പാദ്യം ചെയ്യണം. അതിനാൽ ബാബ പറയുന്നു, നിദ്രയെ ജയിക്കുന്ന കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. വിചാരസാഗര മഥനം ചെയ്യൂ. ഡ്രാമയുടെ രഹസ്യത്തെ ബുദ്ധിയിൽ വയ്ക്കുന്നതിലൂടെ ബുദ്ധി പൂർണ്ണമായും ശീതളമാകുന്നു. ആര് മഹാരഥികളായ കുട്ടികൾ ആയിരിക്കുമോ അവർ ഒരിക്കലും കുലുങ്ങുകയില്ല. ശിവബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ആ ഒന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ബാബ കുട്ടികളായ നിങ്ങളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് ശാന്തിയുടെ ദാനം നൽകുന്നു. നിങ്ങൾക്കും ശാന്തിയുടെ ദാനം നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ പരിധിയില്ലാത്ത ശാന്തി, അതായത് യോഗബലം, മറ്റുള്ളവരെയും പൂർണ്ണമായും ശാന്തമാക്കും. ഇവർ നമ്മുടെ വീട്ടിലേതാണോ അതോ അല്ലയോ എന്ന് ഉടൻ മനസ്സിലാകും. ആത്മാവിന് ഉടൻ ആകർഷണമുണ്ടാകും. ഇത് നമ്മുടെ ബാബയാണ്. നാഡിയും നോക്കേണ്ടതുണ്ട്. ബാബയുടെ ഓർമ്മയിലിരുന്ന ശേഷം നോക്കൂ, ഈ ആത്മാവ് നമ്മുടെ കുലത്തിലേതാണോ? അഥവാ ആണെങ്കിൽ പൂർണ്ണമായും ശാന്തമാകും. ആര് ഈ കുലത്തിലേതായിരിക്കുമോ അവർക്ക് ഈ കാര്യങ്ങളിൽ രസം ഉണ്ടായിരിക്കും. കുട്ടികൾ ഓർമ്മിക്കുന്നു, അപ്പോൾ ബാബയും സ്നേഹിക്കുന്നു, ആത്മാവിനെ സ്നേഹിക്കുന്നു. ആര് വളരെയധികം ഭക്തി ചെയ്തുവോ അവർ തന്നെയായിരിക്കും കൂടുതൽ പഠിക്കുന്നത് എന്നതും അറിയുന്നുണ്ട്. അവരുടെ മുഖത്തിലൂടെ അറിയാൻ കഴിയും.
ബാബയിൽ എത്ര സ്നേഹമുണ്ടെന്ന്. ആത്മാവ് ബാബയെ നോക്കുന്നു. ബാബ നമ്മൾ ആത്മാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയും മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ ഇത്രയും ചെറിയ ബിന്ദുവായ ആത്മാവിനെ പഠിപ്പിക്കുകയാണ്. മുന്നോട്ടു പോകവേ നിങ്ങളുടെ ഈ അവസ്ഥയുണ്ടാകും. നമ്മൾ സഹോദരന്മാരെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കും. മുഖം സഹോദരിയുടേതായിരുന്നാലും ദൃഷ്ടി ആത്മാവിൻ്റെ നേർക്ക് പോകണം. ശരീരത്തിലേക്ക് ദൃഷ്ടി തീർത്തും പോകരുത്. ഇതിൽ വലിയ പ്രയത്നമുണ്ട്. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. വളരെ ഉയർന്ന പഠനമാണ്. തൂക്കി നോക്കുകയാണെങ്കിൽ ഈ പഠനത്തിൻ്റെ ഭാഗം വളരെ ഭാരിച്ചതാകും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. തൻ്റെ സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറച്ച ശേഷം ദാനവും ചെയ്യണം. ആര് ദാനം ചെയ്യുന്നുവോ അവർ എല്ലാവർക്കും പ്രിയമായി തോന്നുന്നു. അവർക്ക് അപാര സന്തോഷമുണ്ടായിരിക്കും. പ്രാണദാനം നൽകുന്ന ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ച് എല്ലാവർക്കും ശാന്തിയുടെ ദാനം നൽകണം. സ്വദർശന ചക്രം തിരിച്ച് ജ്ഞാനത്തിൻ്റെ സാഗരമാകണം. വരദാനം. അന്തർവാഹക ശരീരത്തിലൂടെ സേവനം ചെയ്യുന്ന കർമ്മബന്ധനമുക്തവും ഡബിൾ ലൈറ്റുമായി ഭവിക്കട്ടെ. ഏതുപോലെ സ്ഥൂല ശരീരത്തിലൂടെ സാകാരി ഈശ്വരീയ സേവനത്തിൽ ബിസിയായിരിക്കുന്നുവോ അതേപോലെ തൻ്റെ ആകാരി ശരീരത്തിലൂടെ അന്തർവാഹക സേവനവും ഒരുമിച്ച് ചെയ്യണം. ഏതുപോലെ ബ്രഹ്മാവിലൂടെ സ്ഥാപനയുടെ അഭിവൃദ്ധി ഉണ്ടായോ അതേപോലെ ഇപ്പോൾ താങ്കളുടെ സൂക്ഷ്മ ശരീരങ്ങളിലൂടെ ശിവശക്തിയുടെ കമ്പൈൻഡ് രൂപത്തിൻ്റെ സാക്ഷാത്കാരവും സന്ദേശവും ലഭിക്കുന്നതിൻ്റെ കാര്യം നടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സേവനത്തിനു വേണ്ടി കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമായി സദാ ഡബിൾ ലൈറ്റ് രൂപത്തിൽ ഇരിക്കൂ. സ്ലോഗൻ. മനനം ചെയ്യുന്നതിലൂടെ ഏതൊരു സന്തോഷമാകുന്ന വെണ്ണ പുറത്തു വരുന്നുവോ അത് തന്നെയാണ് ജീവിതത്തെ ശക്തിശാലി ആക്കുന്നത്. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. നമുക്ക് സേവനത്തിൻ്റെ ചാൻസ് ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സ വായുമണ്ഡലത്തിലൂടെ സുഖത്തിൻ്റെ വൃത്തിയിലൂടെയും സുഖമായ സ്ഥിതിയിലൂടെയും സേവനം ചെയ്യൂ. ആരോഗ്യം ശരിയല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ടും സഹയോഗിയാകൂ. കേവലം മനസ്സിൽ ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. ശുഭഭാവനകൾ കൊണ്ട് സമ്പന്നമാകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ
ബാബ് ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ് ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാബ് ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യും. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു. മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു. ढूंढते हैं लोग तुमको, तूने ढूंढा हमें आकर। ढूंढते हैं लोग तुमको, तूने ढूंढा हमें आकर। किया एहसान जो हम पे चुकाया वो नहीं जाता। तेरा वो प्यार है बाबा जो समझाया नहीं जाता। बरस जाता